ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മളിന്ന് നെറ്റ് കൊമേഴ്സ് എക്സാമിന് വരുന്ന റിസർച്ച് മെത്തഡോളജിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് സ്കെയിലിംഗ് ഇൻ റിസർച്ച്. റിസർച്ചിലെ സ്കെയിലിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് സ്കെയിലിംഗ്? എന്താണ് സ്കെയിലിംഗ്? സ്കെയിലിംഗ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ ഫിനോമിനൻ അല്ലേ. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫിനോമിനന് നമ്മളൊരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് അസൈനിങ് ഒബ്ജക്ട്സ് ടു റിലേറ്റീവ് പൊസിഷൻസ് ഓൺ എ സ്കെയിൽ. ഓരോന്നിനെയും അല്ലെ, ഓരോ ഒബ്ജക്റ്റുകളെയും നമ്മൾ സ്കെയിലിന്റെ റിലേറ്റീവ് പൊസിഷനുകളിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മെഷർമെന്റ് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെയിലിംഗ് ആൻഡ് മെഷർമെന്റ്? മെഷർമെന്റ് ഈസ് അബൌട്ട് അസൈനിങ് നമ്പേഴ്സ് ടു വേരിയബിൾസ്, while scaling involves placing those variables on a continuum comparative scale. നമ്മുടെ റിസർച്ചിൽ നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണെന്ന് വെച്ചോളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് അളന്നെഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമുക്കൊരു സ്കെയിലിൽ വരയ്ക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് നമ്മൾ മെഷർമെന്റിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അതായത് അയാളുടെ പേഴ്സണാലിറ്റി ഇന്ന ട്രേറ്റുകൾക്ക് നമ്മൾ ഒരു അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു മെഷർമെന്റ് കൊടുക്കുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മെഷർമെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം കുറച്ചും കൂടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളിൽ നമുക്ക് മെഷർമെന്റിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കണ്ടിന്യൂം അല്ല, ഒരു കണ്ടിന്യൂം സ്കെയിൽ ഇത്ര റേഞ്ച് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ സ്കെയിലിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം മെഷർമെന്റ്. നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എഴുതുന്നത് അല്ലെ, ഇപ്പം ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിനാണെങ്കിൽ പോലും നമ്മൾ അതിനെ ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതിനെ നമ്മൾ മെഷർമെന്റ് എന്ന് പറയും. അതേസമയം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ച്, ഒരു കണ്ടിന്യൂമിൽ നമ്മൾ അതിനെ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. സ്കെയിലിംഗിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് സ്കെയിൽ, പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട്. ഫസ്റ്റ് വണ്ണാണ് എന്ത്, നോമിനൽ സ്കെയിൽ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ്, ഏറ്റവും സിംപ്ലസ്റ്റ് സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? നോമിനൽ സ്കെയിലാണ്. കാറ്റഗറീസ് വിത്ത് നെയിംസ്, പേരുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഡ്രിങ്കിങ് വെസൽസ് അല്ലെ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അല്ലെ, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ നമുക്ക് എന്ത്, മഗ് എന്ന് പറയാം, ഗോബ്ലെറ്റുകൾ എന്ന്, കപ്പ്, ജ്യൂസ് ഗ്ലാസ്, അങ്ങനെ പേരിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ കാര്യത്തിനെയും ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്, നോമിനൽ സ്കെയിൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇനി എന്താണ് ഓർഡിനൽ സ്കെയിൽ? എന്താണ്, when the terms in question can be rank ordered. റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ഓൺ ദ ബേസിസ് ഓഫ് റാങ്കിന്റെ ബേസിസിൽ നമ്മൾ സ്കെയിലിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡിനൽ സ്കെയിൽ. ഇന്റർവെൽസ് ബിറ്റ്വീൻ റാങ്ക്സ് മേ നോട്ട് ബി ഓർഡേർഡ്. എക്സാമ്പിൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അങ്ങനെ നമുക്ക് എന്താണ് റാങ്കിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർവെൽ സ്കെയിൽ. When the terms in question can be rank ordered and equal intervals separate them, but there is no 0 point. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, 0 പോയിന്റ് ഇല്ലാത്ത സ്കെയിൽ ഏതാണ്, ഇന്റർവെൽ സ്കെയിൽ. ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് റാങ്കിൽ അല്ലെ, റാങ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങളെ തരം തിരിച്ച് ഓർഡർ ആക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്റർവെൽസിന്റെ ബേസിസിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ടും ഇന്റർവെൽ സ്കെയിലിൽ സഹായിക്കും. പക്ഷെ എന്താണ് ഈ സ്കെയിലിന്റെ പ്രത്യേകത എന്താണ്, ഇതിന് 0 പോയിന്റ് ഇല്ല. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. എക്സാമ്പിൾ ആണ് ലൈക്കേർട്ട് സ്കെയില്, ടെമ്പറേച്ചർ സ്കെയിലുകൾ, സെൽഷ്യസ്, ഫാരൻഹീറ്റ്, ടെമ്പറേച്ചർ സ്കെയിലുകളൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഇന്റർവെൽ സ്കെയിലിന് എക്സാമ്പിൾ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക. ദെൻ വാട്ട് ഈസ് റേഷ്യോ സ്കെയില്? ഗോസ് വൺ സ്റ്റെപ്പ് ഫെർദർ അല്ലെ, ഇന്റർവെൽ സ്കെയിലിനും ഒരു സ്റ്റെപ്പ് ഫെർദർ ആണ്, ഒന്നും കൂടെ എന്താ പറയുന്ന ഹൈലൈറ്റഡ് ആണ്, ഒന്നും കൂടി അഡീഷണൽ ആണ് എന്ത്, റേഷ്യോ സ്കെയില്. ഇറ്റ് അസ്യൂംസ് ദ പ്രസൻസ് ഓഫ് എ 0 പോയിന്റ്. ഇവിടെ എന്തുണ്ട്, 0 പോയിന്റ് ഉണ്ട്. ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നമ്മൾ 0-യിൽ നിന്നാണ് ഒരാളുടെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നമ്മൾ പോകുന്നത്. അതേസമയം ഇന്റർവെൽ സ്കെയിലിൽ എന്തില്ല, 0 പോയിന്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് വൺ ഈസ് നോമിനൽ സ്കെയിൽ. പേരിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെയും ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്.
ഓർഡിനൽ സ്കെയിൽ എന്താണ്? അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്റർവെൽ സ്കെയിൽ. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? 0 പോയിന്റ് ഇല്ല അല്ലേ, നമുക്ക് റേഞ്ചാണ് നമ്മളവിടെ പറയുന്നത്, ഇത്ര തൊട്ട് ഇത്ര വരെയുള്ള റേഞ്ച്. പക്ഷേ റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ എക്സാമ്പിൾ 2 ഡിഗ്രി സെൽഷ്യസ് ടു 5 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ ഒരു റേഞ്ച് ആണ് ഇവിടെ, ഇന്റർവെൽ ആണ് പറയുന്നത്. പക്ഷേ ആ ഇന്റർവെൽ സ്കെയിലിന്റെ പ്രത്യേകത എന്താണ്? അതിന് 0 എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. ലൈക്കർട്ട് സ്കെയിലൊക്കെ ഇന്റർവെൽ സ്കെയിലിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത നമ്മൾ എന്താണ് പറഞ്ഞത്? റേഷ്യോ സ്കെയില്. റേഷ്യോ സ്കെയിലിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് 0 പോയിന്റ് ഉണ്ട്. ഉദാഹരണം ഏതാണ്? ഹൈറ്റ്, വെയിറ്റ്, എക്സെട്ര. ഇനി നോമിനൽ സ്കെയിൽ, ഏറ്റവും ക്രൂഡസ്റ്റ് ആയിട്ടുള്ള സ്കെയിൽ അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്കെയിൽ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? നോമിനൽ സ്കെയിൽ. സോ ദ ക്രൂഡസ്റ്റ് സ്കെയിൽ ഈസ്, അല്ലെ, ഏറ്റവും റോ ഫോമിലുള്ള സ്കെയിൽ ഏതാണ്? നോമിനൽ സ്കെയിലാണ്, അല്ലെ, നാച്ചുറൽ ഫോം ആണ്. അൺപ്രോസസ്ഡ് ആയിട്ടുള്ള സ്കെയിൽ ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നോമിനൽ സ്കെയിൽ. എമംഗ് ഓൾ ദി മെഷർമെന്റ് സ്കെയിൽസ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ദ സിംപ്ലസ്റ്റ് സ്കെയിൽ, അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്കെയിലാണ്. ഇൻ ദിസ് സ്കെയിൽ ദ ഡിഫറെന്റ് സ്കോർസ് ഓൺ എ മെഷർമെന്റ് സിംപ്ലി ഇൻഡിക്കേറ്റ് ഡിഫറെന്റ് കാറ്റഗറീസ്, അല്ലെ, ഓരോ സ്കോറുകളും. ഈ സ്കെയിലിന്റെ പ്രത്യേകത എന്താണ്? ഈ സ്കെയിലിലെ ഓരോ സ്കോറുകളും ഓരോ കാറ്റഗറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദ നോമിനൽ സ്കെയിൽ ഡസ് നോട്ട് എക്സ്പ്രസ് എനി വാല്യൂസ് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പല വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും കാണിക്കാനല്ല നമ്മൾ ഈ സ്കെയിലിനെ ഉപയോഗിക്കുന്നത്, ജസ്റ്റ് ഫോർ ക്ലാസിഫിക്കേഷൻ പർപ്പസ്. അല്ലാതെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനോ അതിന് ഡിപ്പെൻഡന്റ് വേരിയബിൾസുമായിട്ടുള്ള റിലേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ നോമിനൽ സ്കെയിലിനെ ഉപയോഗിക്കുന്നില്ല. ദ നോമിനൽ സ്കെയിൽ ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് കാറ്റഗറിക്കൽ സ്കെയിൽ. നോമിനൽ സ്കെയിലിന്റെ മറ്റൊരു നെയിം എന്താണ്? കാറ്റഗറിക്കൽ സ്കെയിൽ. ഓർത്തിരിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് കാറ്റഗറിക്കൽ സ്കെയിൽ എന്നത് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അറിയണ്ടേ? ദാറ്റ് ഈസ് നോമിനൽ സ്കെയിൽ. The assigned numbers have no arithmetic properties and act only as labels. നമ്മൾ ഈ സ്കെയിലിൽ ഒരു നമ്പറുകൾ കൊടുക്കും, അതങ്ങനെ അതിൻ്റെ അർത്ഥമെറ്റിക് പ്രോപ്പർട്ടീസ് അങ്ങനെ കാണിക്കുന്നില്ല, അത് ജസ്റ്റ് ഫോർ എ ലേബൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു നോമിനൽ സ്കെയിലിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് സ്കെയിലാണ് നോമിനൽ സ്കെയിൽ. ക്രൂഡസ്റ്റ്, നാച്ചുറൽ, അൺപ്രോസസ്ഡ് ഫോം ഓഫ് സ്കെയിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോമിനൽ സ്കെയിലാണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇതിനകത്ത് വേരിയബിൾസ് തമ്മിലുള്ള കണക്ഷൻ ഒന്നും പറയുന്നില്ല, അല്ലെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ഇവ തമ്മിൽ എന്താണ് കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള പഠനങ്ങളിലേക്കൊന്നും ഇത് ഈ സ്കെയിൽ കടക്കുന്നില്ല. മനസ്സിലായോ? ജസ്റ്റ് ഫോർ ക്ലാസിഫിക്കേഷൻ പർപ്പസ്. അതാണ് എന്ത്? നോമിനൽ സ്കെയിൽ. പിന്നെ നമ്മൾ പറഞ്ഞു ഓർഡിനൽ സ്കെയിൽ, അല്ലെ, റാങ്കിന്റെ ബേസിസിലാന്ന് പറഞ്ഞു. ഓർഡിനൽ സ്കെയിൽ ഇറ്റ് ഇൻവോൾവ്സ് റാങ്കിങ് ഓഫ് ഐറ്റംസ് എലോങ് ദി കണ്ടിന്യൂം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ബി സ്കെയിൽഡ്. അപ്പൊ എന്താണ്? റാങ്കിങ്ങിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇൻ ദ സ്കെയിൽ ദ ഐറ്റംസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വെദർ ദേ ഹാവ് മോർ ഓർ ലെസ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെ, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് അത് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അല്ലെ, ക്ലാസിഫൈ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഓർഡിനൽ സ്കെയിൽ ഈസ് ദാറ്റ് ദ കാറ്റഗറീസ് ഹാവ് എ ലോജിക്കൽ ഓർ ഓർഡേർഡ് റിലേഷൻഷിപ്പ്, അല്ലെ. നമ്മൾ റാങ്കിങ് ചെയ്യുമ്പോൾ, അല്ലെ, നമ്മളൊരു കാര്യത്തിന് റാങ്ക് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ റാങ്ക് ചെയ്യുമ്പോൾ അവ തമ്മിൽ എന്താ ഒരു കാറ്റഗറിക്ക് റിലേഷൻഷിപ്പ് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഓർഡർ റിലേഷൻഷിപ്പ്, ഒരു ഓർഡർലി റിലേഷൻഷിപ്പ് കാണിക്കാനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഓർഡിനൽ സ്കെയിൽ ഉപയോഗിക്കുന്നത്. This type of scale permits the measurement of degrees of differences. Degrees of differences കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? മോർ, കൂടുതലാണോ കുറവാണോ, ബട്ട് നോട്ട് സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഡിഫറൻസസ്, ഹൗ മച്ച് മോർ ഓർ ലെസ്. മനസ്സിലായോ? കൂടുതലാണോ കുറവാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ എത്രമാത്രം കൂടുതൽ അല്ലെങ്കിൽ എത്രമാത്രം കുറവ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് കടക്കുന്നില്ല. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ റാങ്കിങ്ങിനാണ് ഓർഡിനൽ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെന്താണ്? ഇതിനെ വളരെ ലോജിക്കലായിട്ടും സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ ഓർഡർലി റിലേഷൻഷിപ്പ് കാണിക്കാനായിട്ട് നല്ലൊരു സ്കെയിലാണ് എന്ത്? ഓർഡിനൽ സ്കെയിൽ. ദിസ് സ്കെയിൽ ഈസ് വെരി കോമൺ ഇൻ മാർക്കറ്റിംഗ്. ഇപ്പൊ ഈ സ്കെയിൽ എന്താണ്? മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ റിസർച്ച്, അതായത് നമ്മൾ പറഞ്ഞു ഇത് മോർ ഓർ ലെസ് ഒക്കെ
ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിക്കാമെന്ന് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു. എന്താണ് ഇപ്പോൾ സാറ്റിസ്ഫാക്ടറി ലെവൽ? ഒരു പെർട്ടിക്കുലർ കാര്യം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് സാറ്റിസ്ഫാക്ടറി ലെവൽ കൂടുതലാണോ? ഇന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ടറി ലെവൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കാം, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം സാറ്റിസ്ഫാക്ടറി ലെവൽ ഉണ്ട്. പക്ഷെ എന്താണ്, എത്ര കൂടുതലാണ് എത്ര കുറവാണെന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഏകദേശം മനസ്സിലാക്കാൻ നമുക്ക് ഓർഡിനൽ സ്കെയിൽ ഉപയോഗിക്കാം. ഇനി ഈ ഓർഡിനൽ സ്കെയിലിൽ നമുക്ക് എന്താണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്, റേഷ്യോസിനൊക്കെ കാൽക്കുലേഷൻസിന് ഉപയോഗിക്കാം. മീഡിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ എന്താണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്കിതിനെ ഉപയോഗിക്കാം. ബട്ട് നോട്ട് മീൻ. അത് ഓർത്തിരിക്കുക. മീൻ അല്ല, മീഡിയൻ ആൻഡ് മോഡ് കാൽക്കുലേഷൻസിന് ഇത് നമുക്ക് ഉപയോഗിക്കാം. For example, a fast food home delivery shop may wish to ask its customers, how would you rate the service of our staff? ഇപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എത്രമാത്രമാണ് നമ്മുടെ സ്റ്റാഫിനെ നിങ്ങൾ റേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സർവീസിനെ നിങ്ങൾ റേറ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ റാങ്ക് കൊടുക്കുക. എക്സലന്റിന് ഫസ്റ്റ്, വെരി ഗുഡ് ആണെങ്കിൽ സെക്കൻഡ്, ഗുഡ് ആണെങ്കിൽ 3, തേർഡ്, പുവർ ആണെങ്കിൽ 4th, വേഴ്സ്റ്റ് ആണെങ്കിൽ 5. അങ്ങനെ റാങ്കിങ്ങിന്റെ ബേസിസിൽ നമുക്ക് കാര്യം ചെയ്യാം. മനസ്സിലായല്ലോ? അതാണ് എന്ത് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇന്റർവെൽ സ്കെയിൽ. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? 0 പോയിന്റ് ഇല്ലാത്ത സ്കെയിൽ, നോ 0 പോയിന്റ് സ്കെയിലാണ് ഇന്റർവെൽ സ്കെയിൽ. ഓക്കെ. Interval scale is a scale in which the numbers are used to rank attributes such that numerically equal distances on the scale represent equal distance in the characteristic mean measured. അപ്പം ഇന്റർവെൽ സ്കെയിലിന്റെ പ്രത്യേകത എന്താ? നമുക്കിവിടെ റാങ്കിങ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? ഓർഡിനൽ സ്കെയിലിനെ പോലെ റാങ്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇന്റർവെൽ സ്കെയിൽ എന്താണ്? റേഞ്ച് ഇത്ര തൊട്ട് ഇത്ര വരെ ഇന്റർവെല്ല്, അല്ലെ? ഈ ഒരു റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ഇന്റർവെൽ സ്കെയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്നേ ഉള്ളൂ അതിനകത്ത് പ്രത്യേകത, എന്തില്ല? 0 എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. An interval scale contains all the information of an ordinal scale, അല്ലെ? ഇന്റർവെൽ സ്കെയിൽ ഇപ്പൊ നമുക്കറിയാം, ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പോവുക. ഓർഡിനൽ സ്കെയില് അതിന്റെ അപ്പം നോമിനൽ സ്കെയിൽ എടുക്കാം, ഫസ്റ്റ് സ്കെയിൽ, അതിൽ പേരുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലെ? നെക്സ്റ്റ് ഓർഡിനൽ സ്കെയിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇന്റർവെൽ സ്കെയിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിലുമുണ്ട്, ഇന്റർവെൽസിന്റെ റേഞ്ചിന്റെ അടിസ്ഥാനത്തിലും കാര്യങ്ങളെ നമുക്ക് ഇത്ര തൊട്ട് ഇത്ര വരെ നമ്മുടെ സാറ്റിസ്ഫാക്ടറി ലെവൽ ഈ ഒരു റേഞ്ച് ആണ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ നമുക്ക് റേഞ്ച് വെച്ചിട്ടും ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ എന്തില്ല? 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല. അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. It also allows to compare difference or distance between attributes, അല്ലെ? ഡേറ്റാസ് തമ്മിലുള്ള ഡിഫറൻസുകൾ, ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇന്റർവെൽ സ്കെയിൽസ് മേ ബി എയ്തർ ഇൻ ന്യൂമറിക് ഓർ സെമാൻറ്റിക് ഫോർമാറ്റ്. ഇതും ശ്രദ്ധിക്കുക. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ എന്താണ്? നമ്പേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ വേർഡ്സിന്റെ ബേസിസിലായിരിക്കും. സെമാൻറ്റിക് ആയിട്ടുള്ള ഫോർമാറ്റിലെ, സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ്സിന്റെ ബേസിസിലായിരിക്കും ഇന്റർവെൽ സ്കെയിലുകൾ. ദി ഇന്റർവെൽ സ്കെയിൽസ് അലോ ദി കാൽക്കുലേഷൻ ഓഫ് ആവറേജസ് ലൈക്ക് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആൻഡ് ഡിസ്പേർഷൻ ലൈക്ക് റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഓരോ സ്കെയിലുകളിലേക്ക് നമ്മൾ അപ്പർ പോകും തോറും അതിന്റെ ആപ്ലിക്കബിലിറ്റി കൂടുന്നുണ്ട്, അല്ലെ? നമ്മൾ പറഞ്ഞു ഓർഡിനൽ സ്കെയിലിനെ നമുക്ക് മീഡിയനും മോഡും കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, പക്ഷെ മീൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? എക്സാക്ട് വാല്യൂ അറിയുന്നില്ല നമുക്ക്. എന്താണ് മീൻ കാൽക്കുലേഷൻ, ദാറ്റ് ആവറേജ് എടുക്കാനൊക്കെ പോസിബിൾ അല്ല. ഇവിടെ നോക്കിക്കേ, ഇങ്ങോട്ട് വരുമ്പോഴോ മീൻ, മീഡിയൻ, മോഡ്, ഡിസ്പേർഷൻ, അല്ലെ? റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റർവെൽ സ്കെയിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഈസ് റേഷ്യോ സ്കെയിൽ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്കെയിൽ, ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ എന്ന് പറയുന്ന റേഷ്യോ സ്കെയിലാണ്. ഈ ഒരു ഓർഡറിൽ തന്നെ വേണം പഠിച്ചു പോകാനായിട്ട്. നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. അപ്പൊ ഹയസ്റ്റ് സ്കെയിൽ ഏതാ? റേഷ്യോ സ്കെയിൽ. ഏറ്റവും സിംപ്ലസ്റ്റ് സ്കെയിൽ ഏതാ? നോമിനൽ സ്കെയിൽ. 0 പോയിന്റ് ഇല്ലാത്ത സ്കെയിൽ ഏതാ? ഇന്റർവെൽ സ്കെയിൽ. 0 പോയിന്റ് ഉള്ള ഇന്റർവെൽ സ്കെയിൽ ഏതാണ്? റേഷ്യോ സ്കെയിൽ. മനസ്സിലായല്ലോ? ഓക്കെ. Ratio scale is the highest level of measurement scales.
ദിസ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇന്റർവെൽ സ്കെയിൽ അല്ലേ, ഒരു ഇന്റർവെൽ സ്കെയിലിന്റെ പ്രോപ്പർട്ടിയും ഉണ്ട് റേഷ്യോ സ്കെയിലിന്, ടുഗദർ വിത്ത് എ ഫിക്സഡ് 0 പോയിന്റ്. ഇതിന്റെ പ്രത്യേകത എന്താ? ആൻ ഇന്റർവെൽ സ്കെയിൽ വിത്ത് എ 0 പോയിന്റ് എന്ന് പറയുന്നതിന്റെ ഉത്തരം ഏതായിരിക്കും? റേഷ്യോ സ്കെയിൽ. ദി അബ്സല്യൂട്ട് 0 പോയിന്റ് അലൗസ് us to construct a meaningful ratio. അപ്പൊ 0 പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ മീനിങ് ആയിട്ടുള്ള ഒരു റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്. ഇനി റേഷ്യോ സ്കെയിൽസ് പെർമിറ്റ് ദി റിസർച്ചർ ടു കമ്പയർ ബോത്ത് ഡിഫറൻസസ് ഇൻ സ്കോർസ് ആൻഡ് റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്കോർസ് അല്ലെ. 0 ഉള്ളത് കൊണ്ട് തന്നെ റേഷ്യോ സ്കെയിലുകളിൽ നമുക്ക് എന്താണ്, പല സ്കോറുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ കണ്ടുപിടിക്കാനായിട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിക്കാം. എക്സാമ്പിൾസ് ഓഫ് റേഷ്യോ സ്കെയിൽ: വെയിറ്റ് അളക്കുക, ലെങ്ത് അളക്കുന്ന സ്കെയില്, ടൈം മെഷർ ചെയ്യുന്ന സ്കെയിലുകൾ ഒക്കെ നമുക്ക് എന്താണ് റേഷ്യോ സ്കെയിലിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് സ്കെയിലുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സ്കെയില് എന്താണ്, മെഷർമെന്റ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൊപ്പോർഷൻ അല്ലെ, നമ്മൾ അതിനെ ഒന്നെങ്കിൽ റാങ്ക് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ, അതിന്റെ ഇന്റർവെൽസ് കണ്ടുപിടിക്കുക, റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സ്കെയിലിംഗ് ചെയ്യുന്നത്. മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു എക്സാക്ട് വാല്യൂയുടെ ബേസിസിലായിരിക്കും മെഷർമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂം ആണ് അല്ലെ, സ്കെയിലിംഗ് ഒരു കണ്ടിന്യൂമിന്റെ ബേസിസിലാണ്. മെഷർമെന്റ് പക്ഷെ അങ്ങനെയല്ല, ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്ററി ടൈപ്പാണ് ഇത് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ മെഷർമെന്റ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾക്ക് മെഷർമെന്റ് ഉപയോഗിക്കാം. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, എന്തിനോടെങ്കിലും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ നമുക്ക് അളക്കണമെങ്കിൽ നമ്മൾ മെഷർമെന്റ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പൊ അയാളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അയാൾ ഇന്ന ആറ്റിറ്റ്യൂഡിന് നമ്മൾ ഇന്ന മെഷർ കൊടുത്തു, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന് ഇത്ര മെഷർ കൊടുത്തു, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആക്കി എടുക്കാനൊക്കെ മെഷർമെന്റ് ഉപയോഗിക്കാം. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ പല തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കെയിലുകൾ പറഞ്ഞു അല്ലെ. ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക, നോമിനൽ സ്കെയിൽ ഓൺ ദ ബേസിസ് ഓഫ് നെയിമിന്റെ ബേസിസിലാണ് നോമിനൽ സ്കെയിൽ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്കെയിലാണ് നോമിനൽ സ്കെയിൽ. ക്രൂഡസ്റ്റ് ആയിട്ടുള്ള സ്കെയിലാണ് നോമിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോഴോ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 അങ്ങനെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഓർഡിനൽ സ്കെയിൽ. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഇന്റർവെൽ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് എന്തില്ല, 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല. അതിന് ഉദാഹരണമാണ് എന്ത്, ടെമ്പറേച്ചർ സ്കെയിലുകൾ, ലൈക്കേർട്ട് സ്കെയിലൊക്കെ ഇന്റർവെൽ സ്കെയിലാണ്. ആൻഡ് ഫൈനലി ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് സ്കെയിലിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം, റേഷ്യോ സ്കെയിലാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ഇന്റർവെൽ സ്കെയിൽ വിത്ത് 0 പോയിന്റ്. അതാണ് എന്ത്, റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെയിറ്റ് അല്ലെ, വെയിറ്റ് അളക്കുന്ന സ്കെയില്, ഹൈറ്റ് സ്കെയില് എക്സെട്ര. അപ്പൊ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഒരു ഏരിയ ആണ്. നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണെന്നൊന്നും പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നെറ്റ് എക്സാം എഴുതുക, ക്രാക്ക് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പം UGC നെറ്റ് എക്സാം ഡിസംബറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സമയം കളയാതെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ ജനറൽ പേപ്പർ ക്ലാസ്സസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ് ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ പഠിക്കാൻ നല്ല രീതിയിൽ സഹായിക്കും. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറാണ് 9777882692 എന്ന ഈ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ച് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. UGC നെറ്റ് എക്സാം എത്രയും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യുക.